പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷൻ 2026 ആരംഭിച്ചു. മാർച്ച് 16 വരെയാണ് കൺവെൻഷൻ. പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷന് തുടക്കം കുറിച്ചു. മാർച്ച് 13 മുതൽ 16 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. റെവറൻഡ് ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയാണ് കൺവെൻഷൻ നയിക്കുന്നത്. ആരും ഈ പള്ളി ഗ്രൗണ്ടിൽ നിന്ന് പോകാൻ പാടില്ല. ആയതിനാൽ പരിശുദ്ധാത്മാവിനാൽ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ശക്തിയോടെ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ പരീക്ഷ കാലഘട്ടങ്ങളൊക്കെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനാൽ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പര 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 സ്തുതിക്കട്ടെ മക്കളെ, ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഈ കൺവെൻഷന് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ഫാദർ ടോം ജോൺസ് ദിവ്യബലി അർപ്പിച്ച് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഔസേപിതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസത്തെ ധ്യാന ശുശ്രൂഷകൾ ഈ ദിനങ്ങളിൽ ആരംഭിക്കുന്നു. ഇതിന്റെ കുർബാനയിൽ, ആദ്യത്തെ കുർബാനയിൽ ആദ്യത്തെ വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം കേട്ടത് ധ്യാനത്തിനുള്ള നല്ലൊരു ഒരുക്കമാണ്. പ്രവാചകൻ പറയുന്നത് കർത്താവിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. സമ്മതിച്ചു കൊടുക്കുക, ഒതുങ്ങിക്കൊടുക്കുക, തൽക്കാലം വിട്ടുകൊടുക്കുക തുടങ്ങിയതൊന്നുമല്ല. ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരിക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ദൈവത്തിന്റെ പക്കലേക്ക്, ആദിമ കൃപാവരത്തിലേക്ക്, ആദത്തിന് വയ്ക്ക് ഉണ്ടായിരുന്ന കൃപയുടെ പൂർണ്ണിമയിലേക്ക്, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമുക്കുണ്ടായ വരപ്രസാദ പൂർണ്ണിമയിലേക്ക് മടങ്ങി വരിക. അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിക്കളയാൻ തന്നെയാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത്. ഏതാനും ദിവസത്തേക്കുള്ള ഒരു അനുഭവമായിട്ടല്ല, ദൈവത്തിന്റെ പക്കൽ കൂടെയായിരിക്കുന്ന അനുഭവം. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചത് ദൈവത്തിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് തിരിച്ചുവരവ്. സ്വർഗം പ്രാപിക്കലാണ് ആ തിരിച്ചുവരവിന്റെ പൂർണ്ണത എന്ന് മറക്കാതെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങും. ഈശോ പറഞ്ഞ മാർഗം, നിയമജ്ഞന്മാരിൽ ഒരുവനോട് അവിടുന്ന് പറഞ്ഞ് വിശദീകരിച്ച കാര്യം, ആ മനുഷ്യന് സമ്മതിച്ച കാര്യം, എല്ലാറ്റിനും ഉപരിയായിട്ട് സർവശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങൾക്കൊക്കെ പരീക്ഷയാണ്, അധികം പേരെ ഫ്രണ്ടിലെങ്കിലും കാണുന്നില്ല. അതൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാനേ പറ്റത്തുള്ളൂ. എത്ര സ്നേഹം ഈശോ പറഞ്ഞു. ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ജെഫർ റോഡ്രിക്സ്, ഇടവക സമിതി സെക്രട്ടറി ജോബ് കുരുകയിൽ, സാമ്പത്തിക സമിതി സെക്രട്ടറി ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. എല്ലാത്തിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദൈവജൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. 16-നാണ് കൺവെൻഷൻ അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.